എൻ്റെ ഈ ഒരു മുടി കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അസൂയ തോന്നുന്നുണ്ടാവില്ലേ? ഇതുപോലെ നിങ്ങളെ മുടി നിങ്ങൾക്ക് സെലിബ്രിറ്റിൻ്റെ പോലെ അങ്ങനെ ഗ്ലോ ആയിട്ട് നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഗൈസ്? ഇതേ കണക്കിന് കിട്ടാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും. സോ ഞാനിത് ഇങ്ങനെ ആക്കിയെടുത്തത് എൻ്റെ ഹെയർ എന്നുള്ളതല്ല, ചെറിയൊരു പരിപാടിയേ ഉള്ളൂ. ചെറിയൊരു സാധനം യൂസ് ചെയ്താൽ മതി, ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി, ഇതുപോലെ ഇരിക്കും. ഇങ്ങനെ പ്ലാച്ചിട്ട് നമ്മളെ മുടി ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കണ കാണാൻ പറ്റും കേട്ടോ. സോ നല്ല ഗ്ലോയിങ് ആയിട്ട് നിങ്ങളുടെ ഹെയർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനു മുന്നേ എൻ്റെ ആദ്യത്തെ മുടി ഒന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. എൻ്റെ ഹെയർ നോക്കുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്ലോ ഇല്ല എന്നല്ല, ബട്ട് ഒരു ഫ്രിസി ആയിട്ട് കിടക്കുന്നുണ്ട്. സോ അതെങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് സ്ട്രീക്സിൻ്റെ ഹെയർ സിറം വാങ്ങിക്കുക. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏതും യൂസ് ചെയ്യുക. ചെറിയ രീതിയിൽ വെളിച്ചെണ്ണ ആയാലും മതി, കയ്യിൽ പൈസ ഇല്ലാത്തവരാണെങ്കിൽ അത് ചെയ്യുക. ഇത് ഹെയറിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് എണ്ണ പൂശരുത് തലയിൽ, അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നല്ല എണ്ണിട്ട് കുളിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം വർക്കാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാഴ്ചയെങ്കിലും കുളിക്കാണ്ടിരിക്കുക, എപ്പോഴെങ്കിലും ഒന്ന് കുളിക്കുക. ഓക്കെ, അത് മാത്രം നിങ്ങൾ ചെയ്യുക. അതൊരു വലിയൊരു ട്രിക്കായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ ഒരു കാര്യം, ഡെയിലി കുളി ഒഴിവാക്കുക, എപ്പോഴെങ്കിലും ഒന്ന് കുളിക്കുക. പിന്നെ അതേപോലെ തന്നെ എണ്ണ തേക്കാതിരിക്കുക ഓവറായിട്ട്. കുറച്ചൊക്കെ ഹെയറിൽ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് ഉണ്ടാവരുത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഹെയർ സിറം യൂസ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ഹെയർ സിറം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, നല്ല സിറം യൂസ് ചെയ്താൽ അതിൻ്റെ ഹെയർ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്രാബോ പിന്നെ ചീർപ്പിടുക. എന്നിട്ട് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, അതായത് നിങ്ങളുടെ പൊസിഷൻ ഏതാണ് സൈഡ് വെച്ചാൽ അത് എടുക്കുക. ഇതുപോലെ ഫസ്റ്റിൽ ഇങ്ങനെ കുറച്ച് മാത്രം പോർഷൻ ഹെയർ എടുത്തതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെല്ല ചുരുട്ടി കൊടുക്കാൻ നോക്കുക. ഓക്കെ, വെല്ല ഇങ്ങനെ ചുരുട്ടി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ജസ്റ്റ് അപ്പുറത്തെ സൈഡിലോട്ട്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എടുക്കണമെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ക്രാബ് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക, ഇത്രയും മതി. അത് നമ്മളൊരു 1 ഹവറെങ്കിലും നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കണം. പിന്നെ ബാക്കി ഹെയർ, അതായത് നമ്മുടെ ഫുൾ ഹെയർ ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കയറ്റി കൊടുക്കുക. ബാക്കി ലാസ്റ്റത്തെ ആ മുടി ഉണ്ടല്ലോ ആൻഡ് അതും കൊണ്ട് ഇറക്കി അങ്ങോട്ട് കയറ്റുക. ഓക്കെ, താഴത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. ഇനി മുടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കിയാൽ മതി കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര രസമാണ്. സോ ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് നല്ല ഹെയർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. സോ ഇപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയായില്ലേ? ഇനി ഇതൊരു 1-2 ഹവേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കുക, നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യണം. ഓക്കെ, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഡെയിലി കുളിക്കാൻ നിൽക്കരുത്. 1 വീക്കിൽ 1 ടൈം കുളിക്കുക. അതുപോലെ തന്നെ എണ്ണ ഒരുപാട് പൂശാതിരിക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ ഇതുപോലെ സിറം യൂസ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളിത് കൊണ്ടുവരണം. 1 മാസം മുന്നേ തന്നെ നിങ്ങളത് ഒരു ഹെയറിന് അങ്ങനെ ഇട്ട് കൊടുക്കണം. ഓക്കെ, വെറുതെ പണി കിട്ടാൻ നിൽക്കരുത്. അപ്പോൾ ഇതുപോലെ ഒരു ഭംഗിയുള്ള ഹെയർ കിട്ടും. ഓക്കേ.